ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പൻ തണ്ട് സാമ്പാറാണ്. അപ്പോൾ ഇതിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമ്മൾ ചേമ്പൻ തണ്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. പിന്നെ നമ്മളിതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ നന്നായി കഴുകുകയും ചെയ്യണം. ഇതിൻ്റെ മുകളിലൊരു പാൽ പോലത്തെ ഒരു ടെക്സ്ചർ ഉണ്ടാവും, അത് വേണ്ട, ചൊറിയും. അതുകൊണ്ട് നമ്മൾ നന്നായി കഴുകിയിട്ട് കളയണം. അത് ഈ ഒരു ചേമ്പൻ തണ്ട് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. വേറെ ഒരു പച്ചക്കറികളും വേണ്ട, മുരിങ്ങക്കായ വേണ്ട, ഒന്നും വേണ്ട. ഭയങ്കര ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. നമ്മളിതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ വയ്ക്കണം. ആ സമയത്ത് നമുക്ക് പരിപ്പ് അടുപ്പത്ത് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ബോയിലായി വരണം. പിന്നെ ചെറുതായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിനെ അടിച്ചു വെച്ച് വേവിക്കാം. നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യണം ഈ പരിപ്പ് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ പരിപ്പ് വേവണ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പം നമ്മളിതിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഒരു ഉള്ളി നമുക്ക് ഇതിലോട്ടേക്ക് മുറിച്ചിട്ടിടാം നീളത്തിൽ. വേണമെങ്കിൽ നമുക്കിത് മുന്നേ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാം. പക്ഷേ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ മുറിച്ചിടുന്നത്. പിന്നെ നമുക്ക് ഒരു ഉള്ളി മതിയേ സാമ്പാറിന്, ഒരു മീഡിയം സൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കനി ഇതിലോട്ടേക്ക് ഉപ്പിടണം. അപ്പോൾ നമുക്കൊരു ഉള്ളി വായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ഉപ്പ് ഇടണം. കാരണം നമുക്ക് പെട്ടെന്ന് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇടാം. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇടാം. അതിന് നമുക്ക് ഇതിലോട്ടേക്ക് 1 സ്പൂണോളം നമുക്ക് കായപ്പൊടി ഇടാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാം, ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. ഈ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നവർക്ക് കളറിനനുസരിച്ചിടാം. കളറ് കൂടുതൽ വേണമെന്ന് കൂടുതലിടാം. പക്ഷെ ഇത് സാധാ ചില്ലി പൗഡറാണ്, നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. നമുക്ക് ഈ മസാലാസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല മണം വന്നാലാണ് നമ്മുടെ മസാലക്കൂട്ട് റെഡിയാവുമെന്ന് മനസ്സിലാവുക. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ച ചേമ്പ് നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് തക്കാളി മുറിച്ചിട്ടിടാം. നമ്മൾ എങ്ങനെയാണ് ഉള്ളിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് തക്കാളി ഇങ്ങനെ തന്നെ മുറിച്ചിടാം. തക്കാളി ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 തക്കാളികളാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമുക്കതിനെ ഒന്നതിനെ അടിച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളതിനെ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ആ ഒരു വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പച്ചക്കറിയിലൊക്കെ വെന്ത സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചിരുന്നു. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി, പിന്നെ ഹിങ്ക്, പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ മിക്സ് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചിടാം. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ഇടാം. പക്ഷേ ഞങ്ങളത് മറന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉലുവ വറുത്തിട്ടെടുക്കാം. ഞങ്ങൾ ഉപയോഗിച്ച എണ്ണയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് ഈ സാമ്പാറിലോട്ടേക്ക് ചേർത്തിട്ട് ഇളക്കാം. ഇപ്പം തന്നെ നമ്മുടെ സാമ്പാർ നല്ല മണം വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് താളിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇത്ര കടുകല്ല, കുറച്ചും കൂടി ഇടണം. നമുക്ക് കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടുന്നുണ്ട്. ആ സമയത്ത് പൊട്ടിക്കഴിഞ്ഞ് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് ഇത് രണ്ടിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
നമുക്കിതിനെ നമ്മുടെ സാമ്പാറിലോട്ടേക്ക് ഇടാം. അപ്പോൾ ഇതോടെ നമ്മുടെ ചേമ്പുംതണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 കരിവേപ്പില ഇടുന്നുണ്ട്. ആർക്കും ഇത് എത്ര പെട്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്. ഒരു ചേമ്പുകൊണ്ട് നമ്മൾ ഇത്ര അടിപൊളിയായിട്ടൊരു സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.